Hi everyone, welcome back to Learning Planet. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഷോർട്സുകളാണ് കണ്ടുകൊണ്ടിരുന്നത്. നമ്മളതിൽ കണ്ട പല പദങ്ങളും നമുക്ക് കൺഫ്യൂസിങ് ആയതും അല്ലാത്തതും നമ്മൾ നിത്യേന പറയുന്നതിലുള്ള വ്യത്യാസങ്ങളും എല്ലാം എല്ലാവരും ശ്രദ്ധിക്കണം. അത് നമുക്ക് പലപ്പോഴും ഉപകാരപ്പെടും. നമ്മുടെ നിത്യജീവിതവുമായി കണക്റ്റഡ് ആണ്. ഇന്ന് നമുക്ക് പുതിയൊരു ഏരിയ പഠിക്കാം. എങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുക? നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ അതിനേക്കാളും നല്ലത് വേണം, ഏറ്റവും നല്ലത് വേണം, വലുത് അതിനേക്കാൾ വലുത്, ഏറ്റവും വലുത്, ഇങ്ങനെയുള്ള കമ്പാരിസൺസാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഇത് സ്റ്റുഡൻസ് പഠിക്കുമ്പോൾ അതിന് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്നാണ് പറയുക. നമ്മൾ നോർമൽ ലൈഫിലും ഇത് ആവശ്യമാണ്. ഒരു ഷർട്ടിൻ്റെ സൈസ് സ്മോളായി, അപ്പോൾ നമുക്കത് കുറച്ചുകൂടെ അതിലും ചെറുതാണ് വേണ്ടത് എന്ന് വിചാരിക്കാം. ഇപ്പോൾ ചെറിയ കുട്ടിയാണ്, അപ്പോൾ നമ്മൾ സ്മോളർ എന്ന് പറയും അല്ലേ. അപ്പോൾ അതെടുത്തപ്പം അതും കുട്ടിക്ക് ലൂസാണ്, അപ്പോൾ നമ്മൾ ഏറ്റവും ചെറുത് വേണമെന്ന് പറയും, ദ സ്മോളസ്റ്റ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു ക്ലാസ്സിലേക്ക് ഇന്ന് കിടക്കാം. ഓക്കെ നമുക്ക് നോക്കാം. നമ്മൾ ഹാപ്പി എന്ന വാക്ക്, ഇത് സത്യത്തിൽ ഒരു വിശേഷണമാണ്. രാജു ഈസ് ഹാപ്പി ടുഡേ, ഇതൊരു അഡ്ജക്റ്റീവാണ്. രാജു ഇന്ന് സന്തോഷത്തിലാണ്. യു സി, രാജു ഈസ് ഹാപ്പി ടുഡേ. അപ്പോൾ രാജു കൂടുതൽ സന്തോഷവാനാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നത്? ഹാപ്പിയർ എന്ന് പറയും. രാജു ഈസ് ഹാപ്പിയർ ടുഡേ അല്ലേ. അപ്പോൾ നമ്മൾ രാജു ഈസ് ഹാപ്പിയർ ദാൻ യെസ്റ്റർഡേ എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഇന്ന് സന്തോഷവാനാണ്, കൂടുതൽ സന്തോഷവാനാണെന്നും പറയാം. പക്ഷേ നമ്മൾ ഇന്നലത്തേക്കാളും സന്തോഷത്തിലാണ് അവൻ ഇന്ന് എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ നോക്കുക, രാജു ഈസ് ഹാപ്പിയർ ദാൻ യെസ്റ്റർഡേ. ഇനി ഇപ്പോൾ രാജു ഏറ്റവും സന്തോഷവാനാണ്. രാജു ഈസ് ദ ഹാപ്പിയസ്റ്റ് മാൻ. രാജു ഈസ് ദ ഹാപ്പിയസ്റ്റ് മാൻ. അപ്പം നോക്ക്, ഹാപ്പി, ഹാപ്പിയർ, ഹാപ്പിയസ്റ്റ്, ഇതെല്ലാം അഡ്ജക്റ്റീവ് എന്നാണ് ഇതിന് പറയുക, നാമത്തെ വിശേഷിപ്പിക്കുന്ന പദങ്ങൾ. അപ്പോൾ നോക്കുക, ഹോട്ട്, ചൂടുള്ളത്. അപ്പോൾ നമ്മൾ വെതർ കണ്ടീഷൻ എങ്ങനെയുണ്ട് അല്ലേ. സോ വാട്ട് അബൌട്ട് ദ വെതർ കണ്ടീഷൻ, വാട്ട് അബൌട്ട് ദ വെതർ കണ്ടീഷൻ ദയർ ഇൻ കേരള? ഒരാൾ ഫോൺ ചെയ്ത് ചോദിക്കുന്നത് നല്ല തണുപ്പുള്ള ഒരു രാജ്യത്തു നിന്നാണ് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇറ്റ്സ് hot today. So we have hot weather condition nowadays we have hot weather condition. So weather condition is hot. It's hotter today. ഇന്ന് കൂടുതൽ ചൂടുണ്ട്. അപ്പോൾ ഇന്നലത്തേക്കാളും ചൂടുണ്ടെങ്കിൽ നമ്മൾ hotter. You see, it's hotter. അപ്പോൾ ഇന്നലത്തേക്കാളും ഇന്ന് ചൂടുണ്ടെന്ന് എങ്ങനെ പറയാം? അപ്പോൾ നോക്കാം, it is hotter than yesterday. It is hotter than yesterday. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാം. അല്ലെങ്കിൽ നമ്മൾ പിന്നെ ക്ലൈമാറ്റിക് കണ്ടീഷൻ, വെതർ കണ്ടീഷൻ എന്നൊക്കെ പറയണ്ടേ. അപ്പോൾ നോക്കാം, ഇറ്റ് ഈസ് ഹോട്ടർ ദാൻ യെസ്റ്റർഡേ. ഇന്നലത്തേക്കാളും ഇന്ന് ചൂട് കൂടുതലാണ്. അപ്പോൾ നമുക്ക് തോന്നുകയാണ് ഇന്നാണ് ഏറ്റവും ചൂടുള്ള ദിവസം, ഇത്രയും ചൂട് നമ്മൾ അനുഭവിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് പറയണം? ഹോട്ടസ്റ്റ് എന്ന് പറയണം. ഓക്കെ, അപ്പോൾ എങ്ങനെ പറയണം? സോ ദിസ് ഈസ് ദ ഹോട്ടസ്റ്റ് ഡേ. ഇതാണ് ഏറ്റവും ചൂടുള്ള ദിവസം. ടുഡേ ഈസ് ദ ഹോട്ടസ്റ്റ് ഡേ. ഐ തിങ്ക് ഇറ്റ് ഈസ് ദ ഹോട്ടസ്റ്റ് ഡേ. ടുഡേ ഈസ് ദ ഹോട്ടസ്റ്റ് ഡേ. അപ്പോൾ ഇന്നാണ് ഏറ്റവും ചൂടുള്ള ദിവസം. നോക്കാം, ടുഡേ ഈസ് ദ ഹോട്ടസ്റ്റ് ഡേ. ദ ഹോട്ടസ്റ്റ് ഡേ. ഇന്നാണ് ഏറ്റവും ചൂടുള്ള ദിവസം. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. റാണി ഈസ് എ ടോൾ ഗേൾ. നമ്മൾ ഒരു വ്യക്തിയെ പറയുന്നത്, ഷീ ഈസ് എ ടോൾ ഗേൾ. അവൾ മറ്റൊരാളേക്കാൾ പൊക്കമുള്ള ഒരാളാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഷീ ഈസ് ടോളർ ദാൻ ഷീന. റാണി ഈസ് ടോളർ ദാൻ ഷീന. അപ്പോൾ ഇവിടെ ഷീനയ്ക്ക് റാണിയുടെ അത്ര പൊക്കമില്ല, റാണിയൊക്കെയാണ് കൂടുതൽ പൊക്കമുള്ളത്. അപ്പോൾ ടോളർ. ഇനി റാണി ഈസ് ദ ടോളസ്റ്റ് ഗേൾ ഇൻ ദ ക്ലാസ്സിലെ ഏറ്റവും പൊക്കമുള്ള ആൾ റാണിയാണ്. അപ്പോൾ ഇത് നമ്മുടെ ലൈഫിൽ ഇപ്പോൾ വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഇപ്പോൾ ഏറ്റവും ഉയരത്തിലുള്ള കൊടുമുടി ഇന്നതാണ്, അല്ലെങ്കിൽ ഏറ്റവും തണുപ്പുള്ള ഹിൽ സ്റ്റേഷൻ ഇന്ത്യയിൽ നമുക്ക് ഒരു ഉദാഹരണം പറയാം, അതാണോന്നറിയില്ല. സിംലയാണ് ഏറ്റവും തണുപ്പുള്ള ഹിൽ സ്റ്റേഷൻ എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിവിടെ സിംല എന്ന് പറയാം. ഞാൻ കരുതുന്നു, ഐ ബിലീവ് സിംല ഈസ് ദ കോൾഡസ്റ്റ് ഹിൽ സ്റ്റേഷൻ ഇൻ ഇന്ത്യ. I believe
ഞാൻ വിശ്വസിക്കുന്നു. ഐ തിങ്ക് ഷിംല ഈസ് ദ കോൾഡസ്റ്റ് ഹിൽ സ്റ്റേഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് ആവശ്യമുള്ളതൊക്കെ പറയാം. ഇപ്പം നമ്മൾ ചായ സ്ട്രോങ് കഴിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. അപ്പം ഏറ്റവും സ്ട്രോങ് കിട്ടിയ ഭയങ്കര സന്തോഷമുള്ളവരെന്ത് പറയുന്നത് അറിയാം, ആ ചായ കിട്ടി കഴിഞ്ഞാൽ പറയും ഐ തിങ്ക് ദിസ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ടീ ഐ എവർ ഹാഡ്. ദിസ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് കപ്പ് ഓഫ് ടീ ദാറ്റ് ഐ എവർ ഹാഡ്. എനിക്ക് കിട്ടിയതിൽ എക്കാലത്ത് ഏറ്റവും സ്ട്രോങ് ആയ ചായ ഇതാണ്. അപ്പോൾ സ്ട്രോങ് എന്നത് കടുപ്പം എന്നതിനല്ലാതെ സ്ട്രോങ്ങസ്റ്റ് മാൻ, സ്ട്രോങ്ങസ്റ്റ് പേഴ്സൺ എന്തും പറയാം നമുക്ക്. ഇനി ഹീസ് ദ റിച്ചസ്റ്റ് പേഴ്സൺ. അപ്പോൾ ഇത് ഏറ്റവും അവസാനത്തെ റിച്ചസ്റ്റ്. പണക്കാരൻ റിച്ച് പേഴ്സൺ, റിച്ചർ ദാൻ അനദർ പേഴ്സൺ. അപ്പോൾ ഒരു കമ്പാരിസൺ വന്നു. ദാറ്റ് പേഴ്സൺ ഈസ് റിച്ചർ ദാൻ ദാറ്റ് പേഴ്സൺ ഓർ ദിസ് പേഴ്സൺ. ഹീ ഈസ് റിച്ചർ ദാൻ ദിസ് പേഴ്സൺ, ഹീ ഈസ് റിച്ചർ ദാൻ ദാറ്റ് പേഴ്സൺ. ഇങ്ങനെയൊക്കെ നമ്മൾ പറയും അല്ലേ. അപ്പോൾ നോക്കാം, ഏറ്റവും സമ്പന്നനായ ആളാണ്. ഹീ ഈസ് ദ റിച്ചസ്റ്റ് പേഴ്സൺ ഐ ഹാവ് എവർ സീൻ. ഞാൻ കണ്ടതിൽ ഏറ്റവും സമ്പന്നനായ ആൾ അയാളാണ് കേട്ടോ. എലോൺ മസ്കിനെ കുറിച്ചൊക്കെ പറയാം നമുക്ക് അല്ലേ. ഇനി ദിസ് ഈസ് ദ ബെസ്റ്റ് മൂവി ഐ ഹാവ് എവർ സീൻ. നമ്മൾ കണ്ടതിൽ ഏറ്റവും നല്ല സിനിമ, ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല സിനിമ ഇതാണ്. ദിസ് ഈസ് ദ ബെസ്റ്റ് മൂവി. ഇപ്പോൾ സച്ചിൻ ഇപ്പോഴും ക്രിക്കറ്റ് കളിക്കുന്നു, മാസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. റിട്ടയറായ കളിക്കാരൊക്കെ ആയിട്ട് കളിക്കുന്നു. അപ്പോൾ സ്റ്റേഡിയം നിറയുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും പറയുകയാണ് സച്ചിൻ ഈസ് ദ ബെസ്റ്റ് ക്രിക്കറ്റർ, സച്ചിൻ ഈസ് ദ ബെസ്റ്റ് ക്രിക്കറ്റർ, സച്ചിൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് ക്രിക്കറ്റർ ദാറ്റ് ഐ ഹാവ് എവർ സീൻ. ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ ക്രിക്കറ്റ് താരം സച്ചിനാണ്. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ കമ്പാരിസൺ ചെയ്യാൻ പറ്റും. എല്ലാ അഡ്ജക്റ്റീവ്സിനും പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഫൈൻ, ഫൈനർ, ഫൈനസ്റ്റ്. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നല്ല ദിവസം ഇന്നാണെങ്കിൽ നിങ്ങൾ എന്ത് പറയണം? ആൻഡ് ദിസ് ഈസ് ദ ഫൈനസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ്, ദിസ് ഈസ് ദ ഫൈനസ്റ്റ് ഡേ. അങ്ങനെയാണ് പറയേണ്ടത്. ഓക്കെ, നമുക്ക് ഈ ക്ലാസ്സുകളൊക്കെ നോക്കിയിട്ട് കൂടുതൽ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാം. അല്ലാത്ത പക്ഷം നമുക്കൊരു പുതിയ സെഗ്മെൻറ്റുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.